മരണം എല്ലാത്തിൻ്റെയും അവസാനമല്ല, മറിച്ച് ഒരു പുതിയ തുടക്കമാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളാണ് ഇവ. മിലാനിലെ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾ ആഞ്ചലോ സ്കോള എഴുതിയ ഒരു പുതിയ തുടക്കത്തിനായി കാത്തിരിക്കുന്നു വാർദ്ധക്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ എന്ന ഇറ്റാലിയൻ പുസ്തകത്തിന് പാപ്പ എഴുതിയ ആമുഖത്തിലെ വാക്കുകളാണ് ഇവ. വത്തിക്കാൻ പബ്ലിഷിംഗ് ഹൗസ് പുറത്തിറക്കുന്ന പുസ്തകത്തെ ഈ വ്യാഴാഴ്ച മുതൽ പുസ്തകശാലകളിൽ ലഭ്യമാകും. പുസ്തകത്തിന്റെ ആമുഖത്തിൽ പാപ്പ എഴുതി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എപ്പിസ്കോപ്പറ്റിലെ പ്രിയ സഹോദരനും പൊന്തിഫിക്കൽ ലാറ്ററൻ സർവകലാശാലയുടെ റെക്ടർ, പിന്നീട് വെനീസിലെ പാത്രിയാർക്കീസ്, മിലാനിലെ ആർച്ച് ബിഷപ്പ് തുടങ്ങിയ സഭയിൽ സൂക്ഷ്മമായ പദവികൾ നിർവഹിച്ച വ്യക്തിയുമായ കർദിനാൾ ആഞ്ചലോ സ്കോളയുടെ ചിന്തയിൽ നിന്നും വാത്സല്യത്തിൽ നിന്നും ജനിച്ച ഈ പുസ്തകം ഞാൻ വികാരഭരിതനായി വായിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ അഗാധമായ ചിന്തയിൽ വിരിഞ്ഞ അനുഭവവും സാംസ്കാരിക സംവേദനക്ഷമതയും സംയോജിപ്പിക്കുന്ന പ്രതിഫലനമാണ് പുസ്തകത്തിൽ കാണുന്നതെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു. വാർദ്ധക്യത്തെക്കുറിച്ചാണ് കർദിനാൾ ആഞ്ചലോ സ്കോള പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. വാർദ്ധക്യത്തെ നാം ഭയപ്പെടരുതെന്നും വാർദ്ധക്യത്തെ സ്വീകരിക്കാനും നാം ഭയപ്പെടേണ്ടതില്ല. യാഥാർത്ഥ്യത്തിൽ വെള്ളപൂശുക എന്നത് സത്യത്തെ ഒറ്റുകൊടുക്കുക എന്നതിന് തുല്യമാണ്. അതിനാൽ കർദിനാൾ സ്കോളയോട് നന്ദി പറയുന്നതായും പരിശുദ്ധ പിതാവ് കൂട്ടിച്ചേർക്കുന്നു. പഴയത് എന്ന് പറയുന്നത് ഉപേക്ഷിക്കപ്പെടുക എന്നതല്ല എന്ന് വാർദ്ധക്യത്തെ മനോഹരമായി നിർവചിക്കുന്നു പരിശുദ്ധ പിതാവ്. കാലഘട്ടത്തിന്റെ അധംപതിച്ച സംസ്കാരം വാർദ്ധക്യത്തെ ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. വാർദ്ധക്യം എന്ന പഴമ അർത്ഥമാക്കുന്നത് അനുഭവം, ജ്ഞാനം, അറിവ്, വിവേചനാധികാരം, ചിന്താശേഷി, മറ്റുള്ളവരെ കേൾക്കൽ എന്നിങ്ങനെയുള്ള മൂല്യങ്ങളുടെ ഒരു ആകത്തുക തന്നെയാണ്. മുതിർന്നവരുടെ ദീർഘവീക്ഷണം, ഭൂതകാലത്തിന്റെ ഓർമ്മകൾ യുവജനങ്ങൾക്ക് വേണ്ട ദിശാബോധം നൽകുവാൻ ഏറെ സഹായിക്കുന്നുണ്ട്. മുത്തശ്ശിമാരുടെ ജ്ഞാനം തിളങ്ങുന്ന ഒരു ദീപസ്തംഭമായി മാറുന്നു. തലമുറകളുടെ അനിശ്ചിതത്വത്തിലേക്ക് പേരക്കുട്ടികൾക്ക് ദിശാബോധം നൽകുകയും ചെയ്യുന്നു. അവർക്ക് അവരുടെ അനുഭവത്തിൽ നിന്ന് ദൈനംദിന ജീവിതത്തിൽ അത് വളരെ കരുത്തായി മാറുമെന്നും പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. വാർദ്ധക്യത്തിലും തൽഫലമായി മരണത്തിലും പലപ്പോഴും പിടിമുറക്കുന്ന കഷ്ടപ്പാടിന്റെ പ്രമേയത്തിന് ആഞ്ചലോ സ്കോള സമർപ്പിക്കുന്ന വാക്കുകൾ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും വിലയേറിയ രത്നങ്ങളാണ്. ഈ സഹോദര ബിഷപ്പിന്റെ ചിന്തകളിൽ ഹാൻസ് ഊർസ് വോൺ ബൽത്താസറിന്റെയും ജോസഫ് റാറ്റ്സിംഗറിന്റെയും ദൈവശാസ്ത്രത്തിന്റെ പ്രതിധ്വനികൾ ഞാൻ കേൾക്കുന്നു. പ്രാർത്ഥനയിലും കർത്താവുമായുള്ള സംഭാഷണത്തിലും മുഴുകിയ ഒരാളുടെ ദൈവശാസ്ത്രമാണ് ഈ പുസ്തകത്തിലുള്ളതെന്നും പാപ്പ പ്രത്യേകം ചൂണ്ടിക്കാട്ടി. യേശുവുമായുള്ള അന്തിമ കൂടിക്കാഴ്ചയ്ക്കായി താൻ തയ്യാറെടുക്കുന്നു എന്നതിന്റെ ഹൃദയംഗമമായ ഏറ്റുപറച്ചിലാണ് ആഞ്ചലോ സ്കോളയുടെ പുസ്തകത്തിന്റെ ഉപസംഹാരം. നമുക്ക് ആശ്വാസകരമായ ഒരു ഉറപ്പ് നൽകുന്നു. മരണം എല്ലാറ്റിന്റെയും അവസാനമല്ല, മറിച്ച് എന്തിന്റെയെങ്കിലും തുടക്കമാണ്. തലക്കെട്ട് വിവേകപൂർവ്വം എടുത്തു കാണിക്കുന്നത് പോലെ ഇതൊരു പുതിയ തുടക്കമാണ്. കാരണം സ്നേഹിക്കുന്നവർ ജീവിതത്തിന്റെ ദൈനംദിന ജോലികൾക്കുള്ളിൽ ഭൂമിയിൽ അനുഭവിക്കാൻ തുടങ്ങുന്ന നിത്യജീവൻ ഒരിക്കലും അവസാനിക്കാത്ത ഒന്നിന് തുടക്കമിടുന്നു. ഈ കാരണത്താലാണ് ഇതൊരു പുതിയ തുടക്കമാകുന്നത്. കാരണം നമ്മൾ ഇതുവരെ പൂർണ്ണമായി ജീവിച്ചിട്ടില്ലാത്ത ഒരു ജീവിതമാണ് നിത്യത എന്ന ജീവിതം. തന്റെ അന്ത്യയാത്രയ്ക്ക് മുമ്പ് ഈ വർഷം ഫെബ്രുവരി 7 പാപ്പ എഴുതിയ പുസ്തക ആമുഖം ഇപ്പോൾ ചർച്ചാ വിഷയമാകുകയാണ്. എ വെയിറ്റിംഗ് എ ന്യൂ ബിഗിനിങ്, റിഫ്ലക്ഷൻസ് ഓൺ ഓൾഡ് ഏജ്. വത്തിക്കാൻ പബ്ലിഷിംഗ് ഹൗസ് പുറത്തിറക്കുന്ന പുസ്തകം വ്യാഴാഴ്ച മുതൽ വിപണിയിൽ ലഭ്യമാകും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.